അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനവും ആദരം നിറഞ്ഞ തങ്ങൾ ഉസ്താദ് അവരുകൾ, മറ്റു ഉസ്താദുമാർ, സൗഹാർദ്ദ സ്നേഹത്തിന്റെ അടിവരൽ ജീവിക്കുന്ന മാന്യ നാട്ടുകാരെ, കൂട്ടുകാരെ, ഈ സുന്ദരമായ നിമിഷത്തിൽ ഉഹുദിന്റെ മണ്ണിൽ പ്രണയത്തിന്റെ കവചം എന്ന വിശാലമായ ചരിത്രത്തിൽ നിന്ന് ചില മർമ്മഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ. അതെ, സുന്ദരമായ മദീന നാട്. വൈകുന്നേരം ആയിട്ടുണ്ട്. എല്ലാവരും കടകമ്പോളെല്ലാം അടിച്ച് വീട്ടിൽ പോകുന്ന നിമിഷം പെട്ടെന്നാണ് എല്ലാവരുടെ ശ്രദ്ധ മദീനയിൽ നിന്ന് മക്കയുടെ വഴിയിലേക്ക് തിരിയുന്നത്. ഒരു കറുത്ത കുതിരമേല് ഒരു യോദ്ധാവ് അതിവേഗത്തിൽ വരാണ്. നേരെ ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിറക്കുന്ന കൈകളാൽ ഒരു കത്തങ്ങ് ഏൽപ്പിച്ചു. ആ കത്ത് തന്റെ കത്ത് വായത്തുകാരനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വായിക്കാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, കുനബിയരെ വാരബസിദായി കുറി പൊന്നെഴുതിയിടുന്നേ, ദിക്ക് മുഴക്ക് കൊലൂക്കി കൊണ്ടിത തക്കത്തിൽ വൻപട ചേരുന്നേ, ഒട്ടകമൽഫും സ്വലാത്തിന്റെ കൂട്ടത്ത് ഇർസമി അത്തേനി എന്ന മരിവിത്ത് സുഫിയാനും ഖാലിദും ഇക്രിമായി വന്നിച്ച് യസ്രീബി കുൽഫു മരിവിത്ത് നിന്നെ പടമുന്നിൽ തന്നെ കുതുകൂലം പിന്നെ പിന്നെ പോർവിടലായി മുന്നിൽ നീങ്ങിടലായി, ചോര തിളച്ചിടുന്നേ ആര് കൊല്ലും വാള് വീശിടുന്നേ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പായ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുതിയൊരു കത്താണ്. മോനെ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബദറിന്റെ പ്രതികാരത്തിന് വേണ്ടി 3000-ഓളം വരുന്ന സർവായുധരായ പടകളുമായി അബൂ സുഫിയാനും ഖാലിദുൻ വലീദും ഇക്രയും മദീനയെ ലക്ഷ്യമാക്കി മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്തിനും ഒരു ജാഗ്രത. കിട്ടിയ കത്ത് കിട്ടിയതോ കിട്ടി. മദീന മലർവാടിയിൽ അധികൃതർ മീറ്റിംഗ് തുടങ്ങി. നിൽക്കണോ സഹാബ, പോകണോ? ഭൂരിഭാഗം സഹാബത്തുകൾ പറഞ്ഞു മദീന വിട്ട് വരുന്ന വഴിയിലേക്ക് തടക്കാം. അങ്ങനെ പിറ്റേന്ന് ജുമാന്റെ ശേഷം അവർ മദീന വിട്ട് യാത്ര തുടങ്ങി. ദിവസങ്ങളോളം ഊദിന്റെ മണ്ണിൽ അവർ എത്തിച്ചേരാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞാൽ ശത്രുക്കളുമായി കണ്ടുമുട്ടും എന്നൊരു സന്നിവേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊദിന്റെ മണ്ണ് ഒന്ന് വിശാലമായി നോക്കി. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊണ്ട് വിളിച്ച് പറയാണ്, മോനെ അബ്ദുല്ലാ, ജബലുറുമാക്കി പിന്നിലാക്കി തന്ത്രമോദി നബിയുള്ളാഹ്, ജുബൈറും അമ്പെയ്ത്തുകാരെ നിർത്തി പുണ്യ ഷഫിയുള്ളാഹ്, നിലവിൽ തെളിയും നാഥനൊരുവൻ തന്നെയാണ് ജലാലല്ലാഹ്, നാവിലുറഞ്ഞൊരു തക്ബീർ ധ്വനികൾ കർഹല സുബ്ഹാനല്ലാഹ്, ജഗന്നാഥന റഹ്മാനല്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതെ, നിനക്ക് അല്ലാഹു നല്ലൊരു കഴിവ് തന്നിട്ടുണ്ട്. എത്ര ദൂരാണെങ്കിലും ലക്ഷ്യം തെറ്റാതെ നിനക്ക് അമ്പെയ്യാൻ പറ്റും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം, നിന്നെ പോലെ തന്നെ അമ്പെയ്യാൻ കഴിവുള്ളവരെ ഈ മല കൂട്ടിയിട്ട് ഈ മല കയറാം. എന്നിട്ട് മലയുടെ മേലിലുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പടയെന്ന് വെച്ചാൽ ശത്രുക്കൾ ബാക്കിൽ നിന്ന് വന്നാൽ ചോറ്റും. അപ്പോൾ ബാക്ക് ഭാഗമാണ് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ പറ്റുന്നതെല്ലാം യുദ്ധത്തിലേക്ക് സഹകരിക്കുക. പിന്നെ നിങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്റെ സമ്മതത്തിന് കാത്തിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ ആ മല വിട്ട് ഇറങ്ങരുത് എന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ മലമുകളിൽ പറഞ്ഞു വിടാണ്. കുറച്ച് ശത്രുക്കൾ വന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്. മേലൊരു ടീം, താഴൊരു ടീം. അവർക്ക് കാര്യം പിടികിട്ടില്ല. അപ്പോഴാണ് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അബൂ അംർ റാഹിബ് എന്ന് അവന്റെ പേര്. അവൻ ഓടി വന്ന്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എന്നെ അറിയിച്ചു, ഞാൻ മദീനക്കാരനാണ്. പിന്നെ മദീനയിൽ അങ്ങ് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ? നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ ഞാൻ പൊടിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയില്ലേ? അത് ശരി, പിരിവല്ലേ? ആ പിരിവാ. പക്ഷെ ഇപ്പൊ ബാക്കിലാളുണ്ട്. അത് വല്ലാത്ത ധൈര്യം, ആ ധൈര്യത്തെ വന്നതാ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തരോ? റസൂലുള്ളാഹിക്കും കുടുംബത്തിനും പുളിച്ച ചീത്ത ഒരു മനുഷ്യനെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പൊ മേലെ നിന്ന് ചർച്ച തുടങ്ങി, ഇത് എന്തൊരു സംഭവ? ഇവൻ റസൂലുള്ളാഹിക്കും കുടുംബത്തിനും ചീത്ത പറയണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എങ്ങനെ ഇതൊക്കെ കേട്ടിരിക്ക? അപ്പൊ പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുക്കാത്തതുകൊണ്ടാണ്. സമ്മതം കൊടുത്ത ആ സാധനത്തിന്റെ എക്സ്പയറി ഡേറ്റ് പണ്ടേ കഴിഞ്ഞേനെ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് വിട്ടാലോ? ഇത് അമ്പിനെ പറ്റൊന്നല്ല, അമ്പിനെ പറ്റിയ മഹാമാർ ബാക്കിൽ പിന്നെ ഉണ്ട്. ഇതിനൊരു കല്ലെറിഞ്ഞ് കൊടുത്താൽ മതി. അങ്ങനെ ജബൽ റുമത്തിന്റെ മേലാണ് വന്ന് മണ്ണിങ്ങനെ മാന്തിട്ട് ചോദിക്കുക, എങ്ങോട്ടാ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവന്റെ ജീവിതത്തിൽ അവന് മറക്കാൻ പാടില്ല, ഓർമ്മ മറവില്ല, മറച്ചു വെക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി. ഇപ്പൊ സത്യത്തിൽ കാണുന്നത് നെറ്റാണ്. അങ്ങനെ ജബൽ റുമാത്തിന്റെ മേലെന്ന് കല്ലിങ്ങനെ പിടിച്ചിട്ട് സ്കോപ്പ് ഇട്ടിട്ട് ഒരൊറ്റ കൃത്യം ഇവനെ നെറ്റ് തുളിച്ചങ്ങ് കയറി. മുകളിൽ നോക്കുന്ന ഖുറൈശി കണ്ടത് വീരപ്പടയാണ്, കയറാൻ നോക്കുന്നവരെല്ലാം
സദാക്കൾ വീണിൻ കാവലായി നിന്നവരാണ്. നാവിലുറഞ്ഞൊരു തക്ബീർ ധ്വനികൾ പാടി സ്വഹാബും നിലയാണ്. ജഗന്നാഥനിൽ ഹംദൊളിവാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതെ, അപ്പോഴാണ് ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഉഖ്ബാന്ന് അവന്റെ പേര്. അവൻ ഓടി വന്ന് യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് പടപൊരുതാൻ തിരിച്ച് ജീവനോട് പോകാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും പറഞ്ഞുവിട്. മഹാനായ സുബൈർ ലവാം റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിലേക്ക് നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വിട്ടു. അപ്പോഴും പൊട്ടി ചിരിച്ചുകൊണ്ട് പറയാ, സുബൈര എന്നെ മുന്നേ കണ്ടിട്ട് തന്നെ സുബൈര വന്നേ. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു കണക്ക് വാക്കിയുണ്ട്. പണ്ട് ഉക്കാട ചന്തയിൽ കുസ്തി മത്സരത്തിൽ നീ എല്ലാവരും മുന്നിൽ എന്റെ നെഞ്ചത്തെ ചവിട്ടില്ലേ, അന്ന് തീരുമാനിച്ചു എന്നോടുള്ള പ്രതികാരം. ഇത് പറ്റിയ സമയം, അത് നടക്കില്ല കുബേ. അതിനു മുമ്പ് ഞാൻ തിരുക്കും. ഇല്ല സുബൈര, അതിനു മുമ്പ് ഞാൻ തിരുക്കും. കൊടുത്തു ഉക്കുബൈര ഒരു വെട്ട്, തടുത്തു പിടിച്ചുകൊണ്ട് സുബൈര ഇല്ല അവന് കൊടുത്ത് അങ്ങോട്ട് ഒരു വെട്ട്. വെട്ടുകൾ കുത്തുകളൊക്കെയും ചോറ കമിൽ ചാട്ടൊളി ചീട്ടനോ കുതുകുലമോ പാര തഞ്ചമിൽ നെഞ്ച് പിളർത്തനഹാല ചിഞ്ചോരക്കളമയറണ ജ്വാല ഊഹുദിൻ പടനീല പൊടി നിറഞ്ഞോ ഉറയിൽ കിടന്നവരോ എന്ന് താണോ വശീറ് സുബൈറവ കുതിച്ചിടുന്നു ഉഖ്ബക്കാകെ ഭയം കയറിടുന്നു. അതെ, കുതിരകൾക്ക് വഴിമാറി വെട്ടുകൾ കൊള്ളുന്നു. കുതിരകൾ കുളമ്പ് കൊണ്ട് മണ്ണ് മാന്തി മേലോട്ടെരിയുന്നു. ഉഹുദിന്റെ മണ്ണിൽ പൊടിപടലങ്ങളുടെ ഇടയിൽ നിഴൽ പോലെ യുദ്ധം ചെയ്യുന്ന ഇരുയോദ്ധാക്കൾ. പെട്ടെന്നാണ് ഇരു കൂട്ടരെ നെറ്റിച്ചു കൊണ്ടൊരു കാര്യം. ഒരാൾ ചാടി വെട്ടുന്നു, മറ്റൊരാളുടെ തല ഇതിലൂട്ട് മുറിഞ്ഞ് താഴോട്ട് വീണുന്നു. അത് സുബൈറാക്കണമെന്ന് അത് ഉഖ്ബാക്കണമെന്ന് ഇരു കൂട്ടരും ആഗ്രഹിച്ചു. പക്ഷെ സംശയത്തിന്റെ ഇടയിൽ വാളിന്റെ ചോര കൊടഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനികൾ ആകാശത്തിലേക്ക് ഉയർന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോഴാണ് ഇത് കണ്ടപ്പോ ത്വൽഹത്ത് ബിൻ അബി ത്വൽഹ അവന്റെ പേര് ഓടി വന്ന് യാ സുബൈറ, അങ്ങനെ ആണത്തം കഴിച്ച് നീ പോണ്ട, ധൈര്യം എന്റെ കൂടെ വാടാം. അങ്ങനെ സുബൈറ തിരിച്ചു വരുമ്പോ ഒരു മിനിറ്റ്, ഇപ്പൊ ഞാൻ നിന്നെ കൊന്ന എന്റെ കൂട്ടുകാരും അത് ഉഖ്ബയോട് പോരടിച്ച് തളർന്ന സുബൈറിനെ നീ കൊന്നത്. അങ്ങനെ ഒരു മോശപ്പേര് എനിക്ക് വേണ്ട. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ഭാഗത്ത് നിന്ന് ഒരാളെ പറഞ്ഞുവിട്, അയാളോട് യുദ്ധം ചെയ്ത് അയാളെ ഞാൻ കൊല്ലും, എന്നിട്ട് നീ വാ, അപ്പൊ ഞാൻ നിന്നെ കൊല്ലും. എന്തൊരു പൂതിയല്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുബൈറില്ലാതെ പോകുമ്പോ ബാക്ക് ഞാൻ പോകാം. അല്ലെ ബാക്ക് നോക്കുമ്പോ പറ്റിയത് തന്നെ. പിന്നെ ത്വൽഹത്ത് ബിൻ അബി ത്വൽഹ കാണുന്ന ഒരു കാഴ്ച, എന്റെ അമ്മോ കുതിര ടക്ക് ടക്ക് പായലും ദുൽഫുഖറീശ് ഹൈദരും സൽസൽ വരോത്തി പോർനിലം ദുൽഫുഖറീശ് ഹൈദരും സൽസൽ വരോത്തി പോർനിലം ദുൽദുൽ കുതിര ടക്ക് ടക്ക് താളത്തിൽ ചേറി പായലും ദുൽഫുഖറീശ് ഹൈദരും സൽസൽ വരോത്തി പോർനിലം ദുൽഫുഖറീശ് ഹൈദരും സൽസൽ വരോത്തി പോർനിലം. അതെ, ഇവര് തമ്മിലുള്ള നീണ്ട പോരാട്ടം ഒരു തരത്തിലും അലി റളിയല്ലാഹുവിന് ഇവനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ആള് ധീരനാ. അലി റളിയല്ലാഹുവിന് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അലി റളിയല്ലാഹുവിന്റെ ഒരു സ്കില്ലുണ്ട്. അതായത് കുതിരന്റെ മുതുകത്ത് ഒരു തട്ടങ്ങ് തട്ടി, അങ്ങനെ കുതിര ഞാൻ റെഡി എന്ന് അറിഞ്ഞു. പിന്നെ ത്വൽഹത്ത് ബിൻ അബി ത്വൽഹ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരാൾ അലി റളിയല്ലാഹുവിന് വലത്തെ ഭാഗത്തിലേക്ക് ചാടിയിട്ട് ഇടത്തെ ഭാഗത്തിലേക്ക് ചാടുന്നു, കുതിരയും വലത്തെ ഭാഗത്തിലേക്ക് ചാടുന്നു. ആ ചാട്ടത്തിന്റെ ഇടയിൽ പരിചയം കൂടി ഒരൊറ്റടി കൃത്യം അലി റളിയല്ലാഹുവിന് കുതിരന്റെ മേലെ. ഇവൻ നോക്കുമ്പോ ഇവനെ കാണുന്നില്ല, കിട്ടിയ കാരണം ഇവൻ 3 അടി അപ്പുറത്ത് തെറിച്ച് വീണിട്ടുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അവനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോ അയ്യേ മനമനം ദുൽഫുഖറവാൽ തിളങ്ങി മണ്ണിൽ മനവൻ കവന്തം വീണുടങ്ങി മനമനവൻ ദുൽഫുഖറവാൽ തിളങ്ങി മണ്ണിൽ മനവൻ കവന്ത് വീട്ടുടങ്ങി. ശവ്വാൽ ശഹറിന്റെ നാളുകളിൽ എല്ലാ മരന്തുള്ളയിലും പോർ തുടങ്ങി മനമനവൻ ദുൽഫുഖറവാൽ തിളങ്ങി മണ്ണിൽ മനവൻ കവന്ത് വീണുടങ്ങി. അതെ, അലി റളിയല്ലാഹു ഇവരെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ ഫുള്ള് നഗ്നനായിട്ട് കിടക്കുക, ഒന്നുമില്ല ശരീരത്ത്. അപ്പോഴാണ് സ്വഹാബകൾ പറയുന്നത് കൊല്ല് കൊല്ല് കൊല്ല്. എന്ത് കൊല്ല, ഒന്നും എടുക്കാണ്ട് കിടക്കുക ഇവൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നിട്ട് പറഞ്ഞു, യാ അലി ശത്രുവിനെ കൊല്ല്. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണു മൂടിക്കൊണ്ട് വാളുകൊണ്ട് ഒരു വരവങ്ങ് വലിച്ച് നേരെ പോന്നു. ശത്രുക്കൾ വന്ന് നോക്കുമ്പോൾ കഥ എന്താരോ, ഇവന്റെ തലയോട്ടി മുതൽ ഇവന്റെ കൊണ്ടോട്ടി വരെ കീരിച്ചിന്. അപ്പോഴാണ് ഇവന്റെ സഹോദരൻ വേറൊരുത്തൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ആരാ പോരടിക്കാനുള്ളതെന്ന്. അപ്പൊ ബാക്കിൽ ഹംസ റളിയല്ലാഹു അൻഹു കുറെ നേരെ കാത്തിക്കുന്ന, ഒന്ന് പോയാലോ, പോയിക്കോളെ.
അവനൊരു വെട്ടിട്ട് തടുത്തു കൊടുത്തൊരു വെട്ട് അവൻ തീർന്നു നേരെ പോന്നു. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് നടക്കുന്ന വളയെ ഇത് ബദറിന്റെ പോലത്തതാ, ഞങ്ങൾ കാര്യം ചെയ്യാം, കൂട്ടയുദ്ധം തുടങ്ങാം. അങ്ങനെ ഊതിന്റെ മണ്ണിൽ കൂട്ടയുദ്ധത്തിന്റെ കാഹളം ഊതാണ്. ആനന്ദമന്നേ എല്ലാവരും ആവേശം ദിനമോഹമാണ്, അമോഹമെല്ലാം തിരുസ്വർഗത്തിലാണ്. എന്തെന്നും ജീവിക്കും ജന്നത്തിൻ തോപ്പേത, ഇനി എല്ലാം റബ്ബിൻ വിധിയാണ്. എന്നന്മകൾ ചൊരിയുന്നോനല്ല, കുതിരത്തുടയോനതോനല്ല. എന്നന്മകൾ ചൊരിയുന്നോനല്ല, കുതിരത്തുടയോനതോനല്ല. ആനന്ദമന്നേ ദിനമോദിൻ വന്നാണ്, അമോഹമെല്ലാം തിരുസ്വർഗത്തിലാണ്. അതെ, ഉഹുദിന്റെ മണ്ണിൽ പൊടിപടലങ്ങളുടെ ഇടയിൽ ഇരു കൂട്ടരും തമ്മിൽ പൊരഞ്ഞ പോരാട്ടം. മണിക്കൂർ കഴിഞ്ഞില്ല, കാര്യത്തിന് റിസൾട്ട് കിട്ടി. കാരണം ശത്രുക്കൾ മേലെ നോക്കുമ്പോൾ താഴേന്ന് കിട്ടുന്നു, താഴേന്ന് നോക്കുമ്പോൾ മേലേന്ന് കിട്ടുന്നു. ഒരു തരത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. താഴേന്ന് വാള് നോക്കിയാൽ മേലേന്ന് അമ്പായിരുന്നു, അമ്പിനെ തെറ്റിച്ച് വാളിനെ നോക്കിയാൽ താഴേന്ന് വാളെന്ന് കിട്ടുന്നു. അപ്പൊ ശത്രുക്കൾ ചിന്ന ഭിന്നമായി ഓടാൻ തുടങ്ങി. അപ്പൊ അബൂ സുഫിയാൻ പരിഭ്രാന്തമല്ലേ നിൽക്കാണ്. അപ്പോഴാണ് അവന്റെ ഭാര്യ ഹിന്ദു എന്ന് പറയുന്നത്, എന്താ അബൂ സുഫിയാനെ 3000-ഓളം വരുന്ന സർവായുധ പടകളെ കൊണ്ടുവന്നിട്ട് ഒന്ന് പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നില്ല. അവിടെ ഒരു നേതാവിനെ കണ്ടു, വെറും വിരളിലെണ്ണാവുന്ന 700-ഓളം കൊണ്ട സൈന്യത്തിനെ എങ്ങനെയാണ് തന്ത്രപൂർവ്വം യുദ്ധം ചെയ്യുന്നത്. ആ നേതാവിനെ കണ്ട് പടി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സത്യത്തിൽ ശത്രുക്കൾ കംപ്ലീറ്റ് ആയി ഓടി മാറിയിട്ടുണ്ട്. അവരെല്ലാവരും ഓടുന്നത് മക്കയുടെ ഭാഗത്തിലേക്കാണ്, ജബൽ റുമാത്തിന്റെ തൊട്ട് ബാക്കിലേക്ക്. അവരെല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഖാലിദ് ബിൻ വലീദും ഇക്രിമ അവരെല്ലാവരും പോയി തടഞ്ഞു പറഞ്ഞു, നിനക്ക് ഒരു മിനിറ്റ്, എല്ലാം അങ്ങോട്ട് ആരും പായല്ലേ, അങ്ങോട്ട് ഇത് പായാൻ കിട്ടേണ്ടല്ലേ, കിട്ടിയിട്ടില്ലേ. അവർ പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, ഒരു മിനിറ്റ് നിൽക്ക്. ഇപ്പൊ അവർ ആ മലമുകളിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചേനെ അവർ ഇറങ്ങിപ്പോവും യുദ്ധം ജയിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് കയറാം, പെരടി നോക്കി വെട്ടോ, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മലമുകളിൽ ചർച്ച തുടങ്ങി. അൽഹംദുലില്ലാ യുദ്ധം ജയിച്ചല്ലേ, ഇറങ്ങിയാലോ? ഏയ് അത് വേണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അവർ കേൾക്കാതെ, എന്നിട്ടും പറയാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലാണ് പറഞ്ഞത്, അത് അവർ കേൾക്കാതെ ഇറങ്ങുകയാണ്. പക്ഷേ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ വാക്ക് ലംഘിച്ച് ഇറങ്ങല്ലേ. അത് കേൾക്കാതെ ഇവർ ബാക്കിൽ നിന്ന്, ഇവർ സ്വഹാബാക്കൾ ഇറങ്ങുമ്പോൾ ബാക്കിൽ നിന്ന് ശത്രുക്കൾ ഓടി വന്ന് പെരടി നോക്കി വെട്ടാൻ തുടങ്ങി. പിന്നെ ഒന്നും ഒരു രക്ഷയില്ല. ശത്രുക്കളെ ഭാഗത്ത് ശത്രുക്കൾ എല്ലാ സ്വഹാബത്തുകളും പെരടി നോക്കി വെട്ടാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാതെ അവർ ഉഹുദിന്റെ മണ്ണിൽ പെടഞ്ഞു വീഴാൻ തുടങ്ങി. പിന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിൽ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അവരിങ്ങനെ പൊതിഞ്ഞു നിൽക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുമ്പിന്റെ അല്ലട്ടോ, പകുത്തത് പ്രാണന നബിന് തീർക്കുള്ളമ്പുകൾ ഏറ്റുവാങ്ങിയ പ്രണയമാ. അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നോട്ട് സ്വഹാബികൾ കവചം പോലെ നിൽക്കുന്നു എന്ന ഈ ചരിത്ര മഹാസത്യത്തെ, ഉഹുദിന്റെ മണ്ണിൽ പ്രണയത്തിന്റെ കവചം എന്ന വിശാലമായ ചരിത്രത്തിൽ നിന്ന് ഈ ചെറിയ ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.